സഹകരണ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വലിയ സംഭാവന ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് വെച്ചുകൊണ്ടല്ല നമ്മൾ ഈ ഒരു മരണത്തെ, ഇതിനെ മരണമെന്നും ആത്മഹത്യയൊന്നും അല്ല പറയേണ്ട, കൊലപാതകമാണ്. ഈ ഒരു കൊലപാതകത്തെ നമ്മൾ ന്യായീകരിക്കേണ്ടത്. അതിനെ വെച്ചുകൊണ്ട് ഇതൊരു ഒരു സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ മനുഷ്യന്റെ മരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ കുറേ പ്രശ്നങ്ങൾ കൊണ്ടാണ്, സഹകരണ മേഖല വലിയ ദുരിതത്തിലും പെട്ടതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു നിക്ഷേപകന്റെ അവകാശത്തെ, അവനുള്ള അവകാശത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയാണ്, കളിയാക്കുകയാണ്. അയാൾ എന്തുകൊണ്ട് ഒരു വ്യക്തി ഒരിക്കൽ പോലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കില്ലല്ലോ. താൻ ഇത്രയും കാലമായിട്ട് ഏതാണ്ട് 1 കോടിയോളം രൂപ, 90 ലക്ഷത്തിലേറെ രൂപ അദ്ദേഹം ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ആ നിക്ഷേപിച്ച പല ഘട്ടങ്ങളിലായിട്ട് അദ്ദേഹത്തിന് ആവശ്യം വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നിക്ഷേപകൻ എപ്പോഴാണ് കാശ് നിക്ഷേപിക്കുന്നത്, അത് 10 വർഷം, 1 വർഷത്തേക്കാണെങ്കിൽ 1 വർഷം, 2 വർഷത്തേക്കാണെങ്കിൽ 2 വർഷം, അതിനനുസരിച്ചാണ് പലിശ കിട്ടുക. അത് പക്ഷേ അതിന് മുമ്പ് എടുത്തുകൂടാന്നുള്ള നിയമമൊന്നുമില്ല. നിക്ഷേപകനെ നിക്ഷേപിച്ചതിന് പിറ്റേ ദിവസം കാശെടുക്കാം, പലിശയിലുള്ള വ്യത്യാസം, പലിശ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകും. അതല്ലാതെ അദ്ദേഹത്തിന്റെ ഈ അവകാശത്തെ നിഷേധിക്കാൻ ഒരു ബാങ്കിനും ഒരു സൊസൈറ്റിക്കും അവകാശമില്ല. ഇവിടെ സംഭവിച്ച അതാണ്. ഒരാൾ അദ്ദേഹത്തിന്റെ ആവശ്യം, വീട്ടിലെ എന്തെങ്കിലും കാര്യത്തിന്, സ്ഥലം വാങ്ങാനായിട്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും അസുഖത്തിനൊക്കെ ആണെങ്കിലും നമ്മൾ കാശെടുക്കുക. നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അധ്വാനിച്ച് നിക്ഷേപിച്ചിട്ടുള്ള കാശ് നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന ഘട്ടത്തിൽ വളരെ മോശമായി സംസാരിച്ചിട്ട് അതിനെ, ഭാസ്കർ പറഞ്ഞതിന് എനിക്ക് വലിയ വിയോജിപ്പുണ്ട്. കാരണം ഈ സജി ചെയ്തത് എന്തോ ഒരു വലിയ ജനാധിപത്യത്തെയും സഹകരണ പ്രസ്ഥാനത്തേക്ക് സംരക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു പോയ വാക്കുകളാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇതൊരു നമ്മൾ ഇവിടെ നേരത്തെ നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണമായി തീർന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസംഗം പോലെ ഇവിടെ ഈ വാക്കുകൾ ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ വളരെ മോശമായിട്ടുള്ള പ്രതികരണം, അത് കൊലപാതകത്തിന്റെ ഒരു ഭാഗമാണത്. ഒരിക്കൽ പോലും ന്യായീകരിക്കാൻ പറ്റില്ല. അത് ബാക്കിയുള്ള കാര്യങ്ങൾ, സഹകരണ മേഖല കഷ്ടപ്പെടുന്നു, സഹകരണ മേഖല ഉണ്ടാവുന്ന പ്രശ്നങ്ങളോ അതൊക്കെ പരിഹരിക്കാൻ വേറെ ചർച്ച നടത്താം. ഇവിടെ പ്രശ്നം എന്താണ്? ഒരാൾ തൻ്റെ ജീവിത സമ്പാദ്യം മുഴുവൻ നിക്ഷേപിച്ചിട്ട് അതിൽ കുറച്ച് കാശ്, മുഴുവൻ കാശും ഒറ്റയടിക്ക് എടുക്കില്ല. അദ്ദേഹത്തിന് അത്യാവശ്യം വരുമ്പോൾ അതിന് വേണ്ട കാശ്, ഭാര്യയുടെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ കെട്ടേണ്ട കാശ് മാത്രമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹത്തെ അടിക്കും, തകർക്കും, നശിപ്പിച്ചു കളയുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനെ ഏത് സഹകരണ പ്രസ്ഥാനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കാണെന്ന് പറഞ്ഞാലും അത് മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അല്ല, മറ്റൊരു കാര്യം കൂടി, ഇതിനെ നമ്മൾ സഹകരണ പ്രസ്ഥാനത്തെ കാണേണ്ടതിന് വേണ്ടി ബോധപൂർവം ശ്രമിക്കുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഇതുപോലെ പാർട്ടി നേതാക്കൾ പ്രതികരിച്ചാൽ തന്നെ മതിയല്ലോ, അത് പൊതുജനം കേട്ടാൽ തന്നെ മതിയല്ലോ. പിന്നീട് എങ്ങനെയാണ് അവിടെ നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കുന്നത് തോന്നുന്നത്? തീർച്ചയായിട്ടും ഇത് ആരെങ്കിലും ഇനി ഈ ഒരു സ്ഥാപനത്തിൽ നിക്ഷേപിക്കുക, ആ സ്ഥാപനത്തിൽ മാത്രമല്ല, ഇത് ഉണ്ടാക്കുന്നൊരു വലിയ ദുരന്തം ഇവർ മനസ്സിലാക്കുന്നില്ല. നമ്മൾ സഹകരണ പ്രസ്ഥാനം മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്, സൊസൈറ്റികളും ബാങ്കുകളും ഒക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് തകർച്ചയ്ക്ക് കാരണമാവുന്നത്? നിക്ഷേപം കിട്ടാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കുമല്ലോ. ബാക്കിയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിയമനത്തിന്റെ മുഴുവൻ ആവശ്യത്തിലേറെ നിയമനം നടത്തുന്നതിന്റെ കാര്യങ്ങൾ, കെടുകാര്യസ്ഥത, കുറെ കാര്യങ്ങൾ വേറെയുണ്ട്. അതിനപ്പുറത്ത് ഒരു നിക്ഷേപകന് വിശ്വാസത്തോട് കൂടിയിട്ട് കാശ് നിക്ഷേപിക്കാൻ തോന്നണം. ഈ ആരെങ്കിലും ഇനി ഒരു സഹകരണ പ്രസ്ഥാനത്തിൽ കാശിടാൻ പെട്ടെന്ന് ധൈര്യപ്പെടും? കാരണം എനിക്ക് ആവശ്യപ്പെടുന്ന സമയത്ത്, എനിക്ക് വേണ്ട സമയത്ത് കാശ് കിട്ടാനാണ് ഞാൻ നിക്ഷേപിക്കുന്നത്. ഒരു പക്ഷേ 10 വർഷത്തേക്കോ 50 വർഷത്തേക്കോ കാശ് നിക്ഷേപിച്ചിട്ടുണ്ടാകാം. പക്ഷെ എനിക്ക് ഒരു വർഷം കഴിയുമ്പോൾ, അരവർഷം കഴിയുമ്പോഴേക്കും എനിക്ക് കാശിന്റെ അത്യാവശ്യമുണ്ടെങ്കിൽ അതെനിക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. എനിക്ക് കിട്ടേണ്ടതാണ്. അത് തടയാൻ ഒരു പ്രസ്ഥാനത്തിനും ഒരു ഭരണസമിതിക്ക് കഴിയില്ല. അവിടെയാണ് ഭരണസമിതിയുടെ അംഗങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്, നിന്നെ തകർത്ത് കളയുന്നൊക്കെ പറയുന്നത്. അത് സ്വാഭാവികമായിട്ട് പല ആളുകൾക്കും പിടിച്ചെടുക്കാൻ കഴിയില്ല. ആ മനുഷ്യന്, സാബുവിനുണ്ടായിരുന്ന ഒരു പ്രശ്നം, അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യയ്ക്കുള്ള ഒരു വലിയ ചികിത്സ, ആ ചികിത്സയ്ക്ക് വേണ്ട കാശ് കൊടുക്കേണ്ടതുണ്ട്. മറ്റെവിടെ നിന്നും കാശ് കിട്ടാത്തൊരവസ്ഥയാണ്. അദ്ദേഹം ഇപ്പൊ നടത്തിക്കൊടുക്കുന്ന ചെറിയ ഒരു സ്റ്റേഷനിൽ കടയോ മറ്റാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പെട്ടെന്ന് ഇതെല്ലാം വഴിമുട്ടുമ്പോൾ വേറൊന്നും ചിന്തിക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ ഭീഷണിപ്പെടുത്തലും, നിന്നെ പാഠം പഠിപ്പിക്കും, നിനക്ക് കളി പഠിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ പിന്നെ പലപ്പോഴും പറയുന്ന രാഷ്ട്രീയക്കാരാണ്.
സ്വാഭാവികമായിട്ടും പേടിച്ചു പോകും. സാധാരണ ജനം പേടിച്ചു പോകും. ഇതാണ് സത്യം. ഇങ്ങനെ ഉണ്ടാകുന്ന ആളുകളെ ഏത് രാഷ്ട്രീയ ഞാൻ ഒരു പ്രത്യേക ഇപ്പോൾ ഇവിടുത്തെ കട്ടപ്പനയിലെ ഭരണസമിതി ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പെട്ടതാണെന്ന് വെച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ട ബാങ്കുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള ആൾക്ക് നമുക്കറിയാം. പലയിടത്തും സംഭവിച്ച കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. അപ്പൊ ഇത് ഈ ഘട്ടത്തിലെങ്കിലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നയിക്കുന്ന ആളുകൾ അവർ ഈ തരത്തിൽ കാര്യങ്ങൾ ചെയ്ത ആളുകളെ കൃത്യമായിട്ട് തള്ളിപ്പറയാൻ തയ്യാറാവണം. ഇതൊരു കൊലപാതകമാണ്, ഇവന്റെ വാക്കുകൊണ്ടാണ് ഈ മരണം ഉണ്ടായത് എന്ന് പറഞ്ഞാൽ നാളെ ഈ പ്രസ്ഥാനത്തോട്, ഇത്തരത്തിലുള്ള സഹകരണ പ്രസ്ഥാനം നടത്തുന്ന ബാങ്കുകളോടോ സൊസൈറ്റികളോടോ ഒക്കെ ഒരു താല്പര്യം ആളുകൾക്കുണ്ട്. കാരണം ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ തള്ളിപ്പറയാൻ ഇതിന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ തയ്യാറാവുന്നുള്ളത് ഒരു വിശ്വാസം ഉണ്ടാക്കലാണ്. ആ വിശ്വാസം പോലും കെടുത്തുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ സാർവദേശീയ പ്രശ്നമായിട്ട് ഇതിനെ പറഞ്ഞ് പരിഹരിക്കേണ്ട വേറെന്തെല്ലാമോ പ്രശ്നമാണ് കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർക്കാരുകളോ ഒക്കെയാണ് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ ഇത് വലിയ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് അവതരിപ്പിക്കുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ്, മനുഷ്യത്വരഹിതമാണ്, ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല.